അസാധ്യമായിരിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായിരിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ. അസാധ്യമായിരിക്കൊന്നുമില്ല എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായിരിക്കൊന്നുമില്ല എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ. സ്വർഗ്ഗത്തോളം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് കൂടെയുണ്ടോ? ഒന്നിനെക്കുറിച്ച് നീ ഭയപ്പെടേണ്ട. കർത്താവിനെ നീ വിളിച്ച് പ്രാർത്ഥിക്കുക. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് കാണിച്ചു തരാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. ഇത് കർത്താവിന്റെ സമയമാ. നിന്റെ കുടുംബത്തിലേക്ക് കർത്താവിനെ വിളിച്ചേ, നിന്റെ ഹൃദയത്തിലേക്ക് കർത്താവിനെ വിളിച്ചേ. ദേശങ്ങളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ അധികാരമുള്ള കർത്താവിനെ വിളിച്ചുണരട്ടെ, വിളിച്ചുണരട്ടെ. യേശുവേ, ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് അബ്രാഹത്തെ പോലെ ആരാധിച്ച്, ഇസഹാക്കിനെ പോലെ ആരാധിച്ച്, പരിശുദ്ധമ്മയെ പോലെ ആരാധിച്ച്, വിശുദ്ധാത്മാക്കളെ പോലെ ആരാധിച്ച്, രക്തസാക്ഷികളെ പോലെ ആരാധിച്ച്, കരങ്ങൾ കൂപ്പി ആരാധിച്ച്, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം പറയുന്നു, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് കാണിച്ചു തരും. കർത്താവിനെ വിളിച്ചോ, കർത്താവ് നിനക്ക് നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരും. തിരുവചനത്തെ കാണുന്നുണ്ട്, ഏതൊക്കെ വ്യക്തികളെ ദൈവം വിളിച്ചിട്ടുണ്ടോ, ദൈവിക പദ്ധതിയോട് ചേർന്ന് നിന്നപ്പോൾ അവിടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ്. ഇന്ന് നിന്റെ ബുദ്ധിയെ ഈ കർത്താവിന്റെ സന്നിധിയിൽ അടിയറവ് വെച്ച് കർത്താവിനെ ഒന്ന് വിളിച്ചേ. കർത്താവിന്റെ പദ്ധതി എന്നെ കുറിച്ച് എന്താണെന്ന് കർത്താവേ നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ഈ ആരാധന സമയത്ത് നീ പ്രാർത്ഥിച്ചോ. ദൈവമായ കർത്താവ് അബ്രാഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും നിനക്ക് സന്തതി പരമ്പരയുണ്ടാവും. എന്നാൽ അബ്രാഹത്തിന്റെ ഭാര്യ സാറ നാളുകൾ കഴിഞ്ഞപ്പോൾ അബ്രാഹത്തോട് ചോദിച്ചു, ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ നിനക്ക് സന്തതി പരമ്പരയുണ്ടാവും. എവിടെ മണ്ണാങ്കട്ട, എവിടെ മണൽത്തരി, ഒരനക്കവും കാണാനില്ലല്ലോ. ഈ സമയത്ത് ഈ സാറയുടെ തലയിൽ ഉദിച്ച ബുദ്ധിയായിരുന്നു ഹാഗാറിനെ പ്രാപിക്കുക, ഹാഗാറിൽ ഒരു കുഞ്ഞുണ്ടാകട്ടെ, അങ്ങനെ വംശം നിലനിൽക്കട്ടെ എന്ന്.
എന്നാൽ ഈ ഹാഗാറിൽ ഒരു കുഞ്ഞുണ്ടാവുന്നുണ്ട്. ആ കുഞ്ഞാണ് ഇസ്മായിൽ. ദൈവമായ കർത്താവ് ഹാഗാറിനോട് എന്താ പറഞ്ഞേ? ഈ അബ്രാഹത്തോട് പറഞ്ഞുകയാണ്, ഹാഗാറിനെയും ഇസ്മായിലിനെയും മരുഭൂമിയിൽ ഉപേക്ഷിക്കുക. ഹാഗാറിനെയും ഇസ്മായിലിനെയും മരുഭൂമിയിൽ ഉപേക്ഷിക്കുക. ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താ? ദൈവം കരുണയില്ലാത്തവനാണോ? ദൈവം എന്തുകൊണ്ടാണ് ഈ ഹാഗാറിനെയും ഈ ഇസ്മായിലിനെയും മരുഭൂമിയിൽ ഉപേക്ഷിക്കാൻ അവിടുന്ന് ആവശ്യപ്പെടുന്നത്? എന്നാൽ തിരിച്ചറിഞ്ഞു, ദൈവം കരുണയില്ലാത്തവനല്ല, കരയുന്നവന്റെ കണ്ണീരൊപ്പുന്നവനാ ദൈവം. പക്ഷേ ദൈവമായ കർത്താവ് അബ്രാഹത്തോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കാണാൻ സാധിക്കും, നിന്റെ പ്രായോഗിക ബുദ്ധിയെ നീ ദൈവത്തിന്റെ സന്നിധിയിൽ അടിയറ വെച്ച് ദൈവത്തിന്റെ പദ്ധതിയിൽ നീ വിശ്വസിക്കണം. ഹാഗാറിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കുവാൻ ദൈവമായ കർത്താവ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കാണാൻ സാധിക്കും, കണ്ണിൽ ചോരയില്ലാത്തവനല്ല ദൈവം, മറിച്ച് സാറയുടെ പ്രായോഗിക ബുദ്ധിയായിരുന്നു ഹാഗാറിനെ പ്രാപിക്കുക, ഹാഗാറിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത്. എന്നാൽ ഈ ദൈവമായ കർത്താവ് അരുൾ ചെയ്തത് പ്രകാരം അബ്രാഹാം ഈ ഹാഗാറിനെയും ഇസ്മായിലിനെയും മരുഭൂമിയിൽ ഉപേക്ഷിക്കുന്നു. സാറയുടെ പ്രായോഗിക ബുദ്ധിയെ അവിടെ ഉപേക്ഷിക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാൻ ദൈവമായ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. വീണ്ടും തിരുവചനത്തെ നാം കാണുകയാണ്, ജോഷുവ എന്ന് പറയുന്ന ആ വ്യക്തിയോട് ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, ജെറിക്കോ മതിൽ നിങ്ങൾ തകർക്കണം. എങ്ങനെയാണ് നിങ്ങൾ തകർക്കേണ്ടത്? ഒരു മതിൽ തകർക്കുക, ഒരു സ്ഥലം തകർത്ത് തരിപ്പണമാക്കുക നമ്മുടെ കയ്യിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ആയുധങ്ങൾ എടുക്കും. ഒരു സ്ഥലത്തെ നമ്മൾ തകർക്കണമെങ്കിൽ ആ സ്ഥലത്തെ തകർക്കാൻ വേണ്ടിയുള്ള ആയുധ ശേഖരവുമായിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് കടന്നു ചെല്ലുക. നമ്മൾ തിരുവചനത്തിൽ കാണുകയാണ്, ജോഷുവയുടെ നേതൃത്വത്തിൽ ജെറിക്കോ പട്ടണം തകർക്കുന്നതിന് വേണ്ടി അവർ ഇറങ്ങി തിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും ജെറിക്കോ പട്ടണം തകർക്കേണ്ടത്? മനുഷ്യമായി നാം ചിന്തിക്കുകയാണെങ്കിൽ ബുദ്ധി കൊണ്ട് മനുഷ്യൻ കീഴ്പ്പെടുത്തുന്ന വഴികളുണ്ട്. അവൻ്റെ കയ്യിൽ ആയുധ ശേഖരമുണ്ടാവും, ബോംബുണ്ടാവും, മറ്റു മാരകമായ ആയുധങ്ങളുണ്ടാവും, ഇഷ്ടിക, അതുപോലെ കൂടം, എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ എടുത്തായിരിക്കും ഒരു മതിൽ തകർക്കാൻ പറ്റാത്ത മതിൽ മാനുഷികമായ രീതിയിൽ ബുദ്ധി കൊണ്ട് അവൻ തകർക്കാൻ നോക്കുക. എന്നാൽ ദൈവമായ കർത്താവ് ഈ ജോഷുവയോട് പറയുകയാണ്, ആയുധമെടുക്കാനാണോ പറഞ്ഞത്? മറിച്ച് പുരോഹിതരെ അണിനിരത്തുക, അതിൻ്റെ പുറകിൽ ദൈവജനത്തെയും അണിനിരത്തുക. ഇതിനുശേഷം ഈ ജെറിക്കോ കോട്ടയ്ക്ക് ചുറ്റും വലം വയ്ക്കുക. ഈ കാലഘട്ടത്തിലും ജെറിക്കോ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ കുടുംബത്തിന് ചുറ്റും, ദേശങ്ങളുടെ ചുറ്റും നമ്മൾ നടത്തണം പ്രിയപ്പെട്ടവരെ. ഈ ജെറിക്കോ കോട്ടയ്ക്ക് ചുറ്റും പുരോഹിതരുടെ നേതൃത്വത്തിൽ ഈ ദൈവജനം അണിനിരന്ന് ഓരോ ദിവസവും ആ ജെറിക്കോ കോട്ടയ്ക്ക് ചുറ്റും ആ ദൈവജനം അണിനിരന്നുകൊണ്ട് അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ജെറിക്കോ കോട്ട തകർന്ന് തരിപ്പണമാവുകയാണ്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ദൈവത്തിന്റെ പദ്ധതികൾ മനുഷ്യന്റെ പദ്ധതികളിൽ നിന്ന് വിഭിന്നമാണ്. നമ്മൾ ആരും ചിന്തിക്കുന്ന പോലെയല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളാണ് ദൈവം ഓരോ വ്യക്തികളെ കൊണ്ടും പ്രവർത്തിപ്പിക്കുന്നത്. ഈ നാളുകളിൽ നമ്മുടെ തലയിൽ പല ചിന്തകളും ഉണ്ടല്ലോ. എന്നാൽ നിന്റെ ചിന്തകളെ മുഴുവൻ ദൈവസന്നിധിയിൽ നീ അടിയറ വെച്ച്, ദൈവമേ നിനക്കെന്നോട് എന്തോ സംസാരിക്കാനുണ്ട്, എൻ്റെ കുടുംബത്തോട് എന്തോ സംസാരിക്കാനുണ്ട്, എൻ്റെ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന് എന്തോ സംസാരിക്കാനുണ്ട്. നിന്റെ ബുദ്ധിയെ അടിയറ വെച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്ത് എന്ന് ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയണം. അവിടെ വിജയമുണ്ടാവും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, സർവ്വസൈന്യാധിപനായ നാമാനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നാമാൻ സർവ്വസൈന്യാധിപനാണ് സിറിയയിൽ. എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക, ശരീരം മുഴുവൻ കുഷ്ഠരോഗം പിടിച്ചിരിക്കുക. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അടിമപ്പെണ്ണ് ഈ മഹാരാജാവിന്റെ വൃത്തിനോട് അല്ലെങ്കിൽ ഈ സർവ്വസൈന്യാധിപനോട് പറയുന്നുണ്ട്, നിങ്ങളോട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ ദേശത്ത് ഒരു പ്രവാചകരുണ്ട്, ദൈവപുരുഷനുണ്ട്. ആ ദൈവപുരുഷന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ
നിങ്ങളുടെ ശരീരത്തിലെ ഈ കുഷ്ഠരോഗം പൂർണ്ണമായും സൗഖ്യം പ്രാപിക്കും. ഈ വേലക്കാരി പെണ്ണ് പറയുന്നത് ഈ സർവ്വസൈന്യാധിപനായ നാമാൻ ശ്രവിക്കുകയാണ്. അദ്ദേഹം സർവ്വസൈന്യാധിപനാണെങ്കിലും അദ്ദേഹം പോവുകയാണ് ഈ വേലക്കാരി പെൺകുട്ടിയുടെ അടിമ പെണ്ണിന്റെ ദേശത്തേക്ക്. അവിടെ ചെന്ന് ആ പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് കഴിയുമ്പോൾ പ്രവാചകൻ വലിയ സ്വീകരണം കൊടുക്കുമെന്നാണ് നാമാൻ ചിന്തിച്ചത്. എന്നാൽ അവിടെ വലിയ സ്വീകരണങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതിനപ്പുറം ഈ പ്രവാചകനായ എലീഷ എന്താ ചെയ്തേ എന്നറിയോ? എലീഷ തൻ്റെ കുടിലിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഈ നാമാനോടും തൻ്റെ കൂടെ വന്നിരിക്കുന്ന സൈന്യത്തോടും പറഞ്ഞു, നിങ്ങൾ പോയി ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നാമാന് എന്തെന്നില്ലാത്ത അസ്വസ്ഥതയെ തോന്നിയത്, ദേഷ്യം തോന്നിയത്. ഞാൻ എന്തിനാ ഇങ്ങോട്ട് ഇത്രയും യാത്ര ചെയ്ത് വന്നത്? ഈ എലീഷ പ്രവാചകൻ പറയുകയാണ്, ഏത് പുഴയിൽ പോയിട്ടാ, ഏത് നദിയിൽ പോയിട്ടാ ഞാൻ മുങ്ങിക്കുളിക്കേണ്ടത്? ഞങ്ങളുടെ ദേശത്ത് ഒരുപാട് പുഴയും ഒരുപാട് നദികളും ഒരുപാട് കുളങ്ങളും ഉണ്ടല്ലോ. ഇവിടെ വന്നിട്ട് ഞാൻ മുങ്ങിക്കുളിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ തൻ്റെ കൂടെ വന്ന സൈന്യാധിപന്മാര് പറഞ്ഞു, നമ്മളോട് വലിയ കാര്യങ്ങളൊന്നും അല്ല ചോദിച്ചേ, ഒരു കൊച്ചു കാര്യമല്ലേ നമ്മളോട് പറഞ്ഞേ. ഇതിന് പകരമായിട്ട് 25 കിലോ സ്വർണം തരാൻ പറഞ്ഞ നമ്മുടെ സന്തോഷപൂർവ്വം ആ പ്രവാചകന്റെ മുമ്പിൽ വെച്ചേരെ. അല്ലെങ്കിൽ വെള്ളി തരാൻ പറഞ്ഞ ആ വെള്ളി സന്തോഷപൂർവ്വം ആ പ്രവാചകന്റെ മുമ്പിൽ വെച്ചേരെ. എന്നാൽ നമ്മളോട് ആവശ്യപ്പെട്ടത് ഒരു നിസ്സാര കാര്യമാ, 7 പ്രാവശ്യം ജോർദാൻ നദിയിൽ മുങ്ങിക്കുളിക്കുക. എന്താ സംഭവിച്ചേ എന്നറിയോ? ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം ഈ നാമാൻ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വചനം പറയുകയാണ്, ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി അവൻ സുഖം പ്രാപിച്ചു, ശരീരം ശിശുവിൻ്റേത് പോലെയായി. കണ്ടോ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള കാര്യം ദൈവം പ്രവർത്തിക്കുകയാണ്. എലീഷ പ്രവാചകനിലൂടെ 7 പ്രാവശ്യം ജോർദാൻ നദി മുങ്ങിക്കുളിക്കാൻ നാമാനോട് പറഞ്ഞപ്പോൾ നാമാന്റെ ജീവിതം തന്നെ മാറുകയല്ല ചെയ്തത്. അവന് പൂർണ്ണമായ രോഗശാന്തിയും സൗഖ്യവും അവൻ ലഭിക്കുകയല്ല ചെയ്തത്. ഇതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ പദ്ധതിയുണ്ട്, നിന്റെ ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയെ ദൈവത്തിന്റെ സന്നിധിയിൽ അടിയറ വെച്ച് എന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്ത് എന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം പറയുകയാണ്, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി ഈ നാളുകളിൽ ദൈവം നിങ്ങളുടെ ഇടയിൽ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി ഈ നാളുകളിൽ ദൈവം നിങ്ങളുടെ ഇടയിൽ ചെയ്യാൻ പോകുന്നു. ദൈവത്തിന്റെ പദ്ധതിക്ക് മുമ്പിൽ നമ്മുടെ ബുദ്ധിയെ സമർപ്പിക്കുക. മനുഷ്യന്റെ നാസ്വാധരങ്ങളിൽ ജീവശ്വാസം അവിടുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ മനുഷ്യന് ജീവൻ വന്നുവെന്ന് വചനം വായിക്കുന്നുണ്ട്. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ അച്ഛൻ തിരുവോസ്തി കരങ്ങളിലെടുത്തുകൊണ്ട് ഗോതമ്പപ്പം അതുപോലെ തന്നെ വീഞ്ഞും കരങ്ങളിലെടുത്ത് ഇതെന്റെ ശരീരമാ, ഇതെന്റെ രക്തമാണ് എന്ന് പറയുമ്പോൾ ഈശോയുടെ ശരീരമായി ഈശോയുടെ രക്തമായി മാറുന്നുണ്ട്. ഇത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ കുമ്പസാരക്കൂട്ടിൽ വന്ന് തൻ്റെ പാപങ്ങൾ ഓരോന്നായി ഏറ്റു പറയുമ്പോൾ ഈ വൈദികൻ പറയുകയാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചിരിക്കുന്നു. ഇത് പറയുമ്പോൾ ആ വ്യക്തിക്ക് പൂർണ്ണമായി പാപമോചനം ലഭിക്കുക. ഇത് നമ്മുടെ മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അവിടെയാണ് വചനം പറയുന്നത്, ജെറമ്യ പ്രവാചകനിലൂടെ നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരും. കർത്താവിന്റെ സന്നിധിയിൽ ആരാധന വേളയിൽ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ച്, കൃഷിയിടങ്ങളെക്കുറിച്ച്, ഞാൻ ഏർപ്പെടുന്ന ഓരോ സംരംഭങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ പദ്ധതി എന്ത് എന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമൂഹം മുഴുവൻ മുട്ടുകൾ കുത്തി നിന്നു. നമ്മുടെ ഭവനങ്ങളിൽ കർത്താവ് വരുന്ന സമയമാണ്. നമ്മുടെ കുടുംബത്തെ കർത്താവ് ആശീർവദിക്കുന്ന സമയമാണ്. കർത്താവിന്റെ വചനം പറയുന്നു, സുഭാഷിത പുസ്തകം 5-ാം അധ്യായം 6-ാം തിരുവചനം, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക,
സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടുകൂടി ആയിരിക്കട്ടെ. അവിടെ നിനക്ക് വഴി തെളിയിച്ചു തരും. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രതീക്ഷകളെ മുഴുവൻ ചേർത്ത് വെച്ചു. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ മഹത്വം കർത്താവ് നമുക്ക് കാണിച്ചു തരാൻ പോവുക. പല കാര്യങ്ങളിലും കാലതാമസം വരുന്നുണ്ട്. എന്നാൽ കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും ആവശ്യങ്ങൾ നിരസിക്കുകയല്ല. ഒരുപക്ഷെ എൻ്റെ മക്കൾ പഠിച്ചു, നല്ല ജോലിയില്ലാത്ത അവസ്ഥയാ, വിവാഹപ്രായമായി വിവാഹം നടക്കാത്ത അവസ്ഥയാ, വിവാഹം കഴിഞ്ഞു മക്കളില്ലാത്ത അവസ്ഥയാ, വിവിധങ്ങളായ രീതിയിൽ നൊമ്പരങ്ങളും പേറിയിട്ട കർത്താവിന്റെ സന്നിധിയിൽ ഈ ആരാധന നീ പങ്കെടുക്കുന്നത്. എന്നാൽ കർത്താവ് നിന്നെ കൈവിട്ടിട്ടില്ല. കർത്താവിന്റെ സന്നിധിയിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടു കൂടി ആയിരിക്കട്ടെ. അവിടെ നിനക്ക് വഴി തെളിച്ചു തരും. ഇരു കരങ്ങൾ ഉയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ ചേർന്ന് എൻ ചിന്തകൾക്കപ്പുറം എന്നെ കാക്കുന്ന ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പി എൻ ചിന്തകൾക്കപ്പുറം എന്നെ കാക്കുന്ന ദിവ്യകാരുണ്യമേ ആരാധന. ശർമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം തിരുവചനം. മാതാവിന്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. മാതാവിന്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. എൻ്റെ ഇന്നലെകളെ അറിയുന്ന കർത്താവേ, എൻ്റെ ഇന്നലെകളെ മുഴുവൻ അവിടുന്ന് ശുഭമാക്കി. ഈ സമയം വരെ എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ സകല മേഖലകളിലും ഉണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നിരുന്നാലും ഒരുപാട് ഉത്കണ്ഠകളുണ്ട്, ആകുലതകളുണ്ട്, ആൻസൈറ്റി, ഫിയർ, ടെൻഷൻ, വറി എല്ലാ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ സമയം സമർപ്പിക്കുക. ദൈവത്തിന്റെ പദ്ധതി എന്ത് എന്ന് നീ വെളിപ്പെടുത്തി തരണം. എൻ്റെ ഇന്നലെകളെ അറിയുന്ന ഈശോയെ, എൻ്റെ നാളുകളെ കുറിച്ചും എനിക്ക് ശുഭപ്രതീക്ഷ തരുന്ന ഈശോയെ, നിന്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായി എൻ്റെ ജീവിതത്തെ അടിയറവ് വെച്ച് ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയേ. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. എൻ്റെ ഇന്നലെകളെ അറിയുന്ന കർത്താവ് എൻ്റെ നാളുകളെയും അവിടെ ശുഭമാക്കി തീർക്കാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിച്ചു. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചേ. നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ വിശുദ്ധീകരിച്ച കർത്താവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ ചിന്തകൾക്കപ്പുറം എന്നെ കാക്കുന്ന ദിവ്യകാരുണ്യമേ ആരാധന. എല്ലാവരും ചേർന്ന് എൻ ചിന്തകൾക്കപ്പുറം എന്നെ കാക്കുന്ന ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പി എൻ ചിന്തകൾക്കപ്പുറം എന്നെ കാക്കുന്ന ദിവ്യകാരുണ്യമേ ആരാധന. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 29-ാം തിരുവചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നു. ഒന്നിന് പുറകെ ഒന്നായി രോഗങ്ങൾ വരയും ചെയ്തിരിക്കുന്ന അവസ്ഥ. കുടുംബങ്ങളിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി രോഗപീഠകളാൽ വരയുന്നു. സമ്പാദിച്ച മുഴുവൻ കർത്താവെ ആശുപത്രി കൊണ്ടുപോയി കൊടുക്കാനേ ഉള്ളൂ. എന്നും രോഗങ്ങളും രോഗത്തിന്റെ വേദനകളും രോഗത്തിന്റെ പീഡകളും ഓരോ വ്യക്തികളെയും പറയുകയും ചെയ്തിരിക്കുന്നു. എന്ത് ചെയ്താലും ശരിയാവാത്ത അവസ്ഥ
കടബാധയെ വിട്ടുപോകാത്ത അവസ്ഥ, എല്ലാ സഹനങ്ങളെയും കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഓ എൻ്റെ കർത്താവേ, സഹനങ്ങൾക്ക് പിന്നിൽ ദൈവത്തിന്റെ കൃപ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള വലിയ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. ഒളിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ കരം ഞങ്ങളുടെ സഹനത്തിന്റെ വേളയിൽ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി, ഏതെല്ലാം സഹനങ്ങളുണ്ടോ, രോഗപീഠകളുണ്ടോ, കർത്താവ് നിന്നെ കൈവിട്ടിട്ടില്ല, കർത്താവ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, കർത്താവ് കൂടെയുണ്ട്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ പോകുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ നീ ഭയപ്പെടേണ്ട. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കരം കണ്ടുകൊണ്ട് വിളിക്കട്ടെ. ഇരു കരമുയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ, ചിന്തകൾക്കപ്പുറം എന്നെ കാക്കുന്ന ദിവ്യകാരുണ്യമേ ആരാധന. എല്ലാവരും ചേർന്ന് എൻ ചിന്തകൾക്കപ്പുറം എന്നെ കാക്കുന്ന ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പി എൻ ചിന്തകൾക്കപ്പുറം എന്നെ കാക്കുന്ന ദിവ്യകാരുണ്യമേ ആരാധന. പത്രോസ് ശ്ലീഹ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനം പറയുന്നു, കാലവിളംബരത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ എന്ന് ഉള്ളൂ. എൻ്റെ കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഇന്നോളം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകല പാപങ്ങളെയും സമർപ്പിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പല തടസ്സങ്ങൾക്ക് പിന്നിൽ ദൈവം ഞങ്ങളോട് കരുണ കാണിക്കുന്നതാണ്, ദീർഘക്ഷമയോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ കർത്താവേ, ജഡിക പാപാവസ്ഥകളിലൂടെ ഞങ്ങൾ കടന്നുപോയിരിക്കുന്നു. മൂലപാപങ്ങൾ ഞങ്ങൾ വരെയും ചെയ്തിരിക്കുന്നു. അഹങ്കാരത്തിന്റെയും ദ്രവ്യാഗ്രഹത്തിന്റെയും മോഹത്തിന്റെയും കോപത്തിന്റെയും മടിയുടെയും കൊതിയുടെയും അസൂയുടെയും എല്ലാം ആസക്തികൾ ഞങ്ങളെ വരെയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നോളം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകല പാപങ്ങളെ ഓർത്ത് അനുഭവിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. എല്ലാ മക്കളും വിളിച്ച് പ്രാർത്ഥിച്ചേ. ചുങ്കക്കാരനെ പോലെ അനുതാപ ഹൃദയത്തോടുകൂടെ വിളിച്ച മക്കളെ യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. അതിനെ തുറന്ന് വിളിച്ചോ, ഹൃദയം തുറന്ന് വിളിച്ചോ. കർത്താവിന്റെ കരുണ സകല വ്യക്തികളുടെ മേലും കർത്താവിതാ ഒഴുകുന്നു. കർത്താവിന്റെ തിരുരക്തം സകല കുടുംബങ്ങളുടെ മേൽ ഈ സമയം അവിടെ ഒഴുകട്ടെ. ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി പോലും നശിച്ചു പോകരുത്. കർത്താവിന്റെ കരുണ സകല മക്കളിലേക്കും അവരുടെ പാപങ്ങളിലേക്കും ഈ സമയം അവിടെ ഒഴുകട്ടെ. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കോ. കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരമുയർത്തി വിളിച്ച് വിളിച്ചുണരട്ടെ. യേശുവേ, ചിന്തകൾക്കപ്പുറം എന്നെ കാക്കുന്ന ദിവ്യകാരുണ്യമേ ആരാധന. കർത്താവിന്റെ വലിയ അഭിഷേക നിമിഷം നൽകി ചെറിയണമേ. കർത്താവേ, ഈ ഭവനത്തെ ഓരോ ഭവനങ്ങളിൽ കർത്താവിന്റെ വലിയ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി അനുഭവിക്കട്ടെ. കർത്താവേ, യേശുവേ ആരാധന സ്തുതിച്ച് ആരാധിക്കാനുള്ള വലിയ കൃപ നൽകണമേ. ദൈവപദ്ധതി മനസ്സിലാക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിന്റെ ശക്തി ആശ്രയിക്കാനും കർത്താവേ നീ മാത്രമാണ് ഞങ്ങൾ സങ്കേതം എന്ന് മനസ്സിലാക്കാനുള്ള വലിയ കൃപ നൽകണമേ. യേശുവേ ആരാധന. ചിന്തകൾക്കപ്പുറം എന്നെ കാക്കുന്ന ദിവ്യകാരുണ്യമേ ആരാധന. എൻ ചിന്തകൾക്കപ്പുറം എന്നെ കാക്കുന്ന ദിവ്യ
ചിന്തകൾക്കപ്പുറം